ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രതിസന്ധി നേരിട്ട അമ്മ സംഘടനയ്ക്ക് പിന്നാലെ ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലും ആഭ്യന്തര കലാപം രൂപപ്പെട്ടു. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ പടയൊരുക്കവുമായി സിനിമയിൽ ഒരു വിഭാഗം നിൽക്കുന്നുണ്ട്. ആഷിഖ് അബു തുറന്ന വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. ബി ഉണ്ണികൃഷ്ണൻ നടത്തുന്നത് കാപട്യമായ പ്രവർത്തനമാണെന്ന വിമർശനമാണ് സംവിധായകൻ ആഷിഖ് അബു ഉയർത്തിയത്. ഫെഫ്കയിലെ 21 യൂണിയനുകളും ഇത് തുറന്നു ചർച്ച ചെയ്യണം. ഇവിടെ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റികളോടും തൊഴിൽ നിഷേധങ്ങളോടും കൂട്ടുനിന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണനെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഇത് തിരിച്ചറിയണമെന്നും മാക്ടയെ തകർത്തത് ബി ഉണ്ണികൃഷ്ണനാണെന്നും ആഷിഖ് അബു വിമർശിച്ചു. ഫെഫ്ക എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ ആണെന്നാണ് നടപ്പ് രീതി. തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി ഒളിച്ചിരുന്ന് പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നട്ടലുണ്ടെങ്കിൽ പൊതുമധ്യത്തിൽ പ്രതികരിക്കട്ടെ. അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കരുത്. ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മാറ്റണം. ബി ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇവിടെ നടക്കും. കേരളം പരിഷ്കൃത സമൂഹമാണ്. ഫെഫ്കയുടേതെന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂണിയന്റെ നിലപാടല്ലെന്നും ആഷിഖ് അബു പറഞ്ഞു. അതേസമയം ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമായി നിയമിച്ചതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചുകൊണ്ട് സംവിധായകൻ വിനയൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. തൊഴിൽ നിഷേധം നടത്തിയെന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്ത ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിനയൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിലൂടെ പറഞ്ഞു. നീതിപരമല്ലാത്ത, നിഷ്പക്ഷത ഇല്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി നയരൂപീകരണത്തിൽ ഇരുന്നാൽ എന്തായിരിക്കും ഉണ്ടാകുകയെന്ന് വിനയൻ പ്രതികരിച്ചു. ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ളവർ നേതൃത്വത്തിൽ വരികയാണെങ്കിൽ തങ്ങളെപ്പോലെ ചെറിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും വിനയൻ ചോദിച്ചിരുന്നു. കോമ്പറ്റീഷൻ കമ്മീഷന്റെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി 2020 ഇറക്കിയ വിധിന്യായത്തിന്റെ പകർപ്പ് താൻ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 137 മുതൽ 141 വരെ പേജുകളിൽ ഇത് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. തന്നെ 12 വർഷത്തോളം സിനിമ ചെയ്യാൻ അനുവദിക്കാതെ വിലക്കിയ, തന്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഫെഫ്കയ്ക്കും ജനറൽ സെക്രട്ടറിക്കും ഫൈൻ അടക്കേണ്ടി വന്നു. നീതിപരമല്ലാത്ത, നിഷ്പക്ഷതയില്ലാത്ത പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി നയരൂപീകരണത്തിൽ ഇരുന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക എന്നത് താൻ ചൂണ്ടിക്കാട്ടിയതായും വിനയൻ പറഞ്ഞു. 2020 സുപ്രീം കോടതി വിധി വന്നപ്പോൾ തന്നെ സർക്കാർ തൊഴിൽ നിഷേധത്തിനെതിരെ നടപടി എടുക്കേണ്ടതായിരുന്നുവെന്നും അന്ന് സർക്കാർ വിളിച്ചു ചോദിച്ചില്ലെന്നും വിനയൻ പറഞ്ഞു. വലിയ സംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും വലിയ തുക ഫൈൻ വന്ന കേസാണിത്. ആരും അന്വേഷിച്ചില്ലെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. ഫെഫ്കയിൽ തൊഴിലാളികൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. 16 വർഷമായി ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഇതിന്റെ അധ്യക്ഷനായി തുടരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തവരെ വിലക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നു. തന്നെ പറ്റി മോശമായി പറയണമെന്ന് പറയും. അദ്ദേഹം നയരൂപീകരണത്തിൽ വന്നാൽ നീതിയുക്തമാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പവർ ഗ്രൂപ്പ് ബി ഉണ്ണികൃഷ്ണനെ ഉപയോഗിക്കുകയാണെന്നും പവർ ഗ്രൂപ്പിന്റെ ആഗ്രഹത്തിനൊപ്പം നിന്ന് തന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ തൊഴിൽ നിഷേധിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഫെഫ്ക നല്ലൊരു സംഘടനയാണ്. താൻ ഉണ്ടാക്കിയ മാക്ട എന്ന യൂണിയനെ 1.5 വർഷം കൊണ്ട് തകർത്ത് സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി യൂണിയൻ ഉണ്ടാക്കിയവരല്ലേ, നോക്കിക്കാണണമെന്നും വിനയൻ പരിഹസിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ പുറത്തു വരണമെന്ന് ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചിരുന്നു. സിനിമയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ അതിജീവിതകൾക്ക് പരാതിപ്പെടാനും കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും ഫെഫ്ക അറിയിച്ചു. അതിജീവിതമാരെ പരാതി നൽകുന്നതിലേക്കും നിയമപരമായ നടപടികളിലേക്കും സന്നദ്ധരാക്കാനും സാധ്യമായ എല്ലാ നിയമസഹായങ്ങളും അവർക്ക് ഉറപ്പാക്കാനും ഫെഫ്കയിലെ സ്ത്രീ അംഗങ്ങളുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തുമെന്നും സംഘടന അറിയിച്ചിരുന്നു. കൂടാതെ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കാനും നിയമ നടപടികൾ തുടങ്ങിവെക്കാനുമുള്ള അതിജീവിതകളുടെ ഭയാശങ്കകളെ അകറ്റാൻ വിദഗ്ധമായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചത് ആ സംഘടന വിപ്ലവകരമായി നവീകരിക്കപ്പെടുന്നതിന്റെ തുടക്കമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നതായും ഫെഫ്ക വ്യക്തമാക്കിയിരുന്നു.
ഫെഫ്ക കമ്മിറ്റി റിപ്പോർട്ടിലും തുടർ സംഭവങ്ങളിലും ഇതര സിനിമാ സംഘടനകളുമായി ആശയവിനിമയം നടത്താനും ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു പൊതുനിലപാടിലേക്ക് എല്ലാ സംഘടനകളും ഒരുമിച്ച് എത്തിച്ചേരേണ്ടതിന്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്താനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.